ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും സ്പെഷ്യൽ വേണം അമ്മ എന്ന് മാളൂട്ടി പറഞ്ഞപ്പോഴാണ് എങ്കിൽ കുറച്ച് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. ഇതിനായി ആദ്യം 1/2 കപ്പ് ബസ്മതി റൈസ് കഴുകി 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചു. ബസ്മതി റൈസിന് പകരം സാദാ പച്ചരിയോ ഏതെങ്കിലും വെള്ള നിറത്തിലുള്ള അരിയോ ഉപയോഗിക്കാം. ഇനി ഇതിനായി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചു. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അല്പം എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിളക്കി. കഴുകി മാറ്റി വെച്ചിരുന്ന അരിയും ഇതിനോടൊപ്പം ചേർത്ത് വെച്ചു. 15 മിനിറ്റ് കൊണ്ട് അരി നന്നായി വെന്ത് കിട്ടി. വെന്ത് കിട്ടിയ ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചു. ഇനി ഇത് തണുക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും 1 സ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില, 1 സ്പൂൺ ഉഴുന്ന്, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തു. ഇനി നമ്മുടെ കയ്യിൽ കപ്പലണ്ടിയോ പൊട്ടുകടലയോ അണ്ടിപ്പരിപ്പോ എന്തുണ്ടെങ്കിലും നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഈ ഉള്ളി നന്നായി ഒന്ന് വഴറ്റി കിട്ടണം. ഇത് നമുക്ക് അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി നന്നായി വെന്ത് വരട്ടെ. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ ഒരു 1.5 ടൊമാറ്റോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെയും ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയുടെ പുളിക്കനുസരിച്ചായിരിക്കും നമ്മുടെ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ടൊമാറ്റോയും ഉള്ളിയും ഒക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം 1/4 സ്പൂൺ കായപ്പൊടിയും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനകത്തിലെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വരുന്നുണ്ടാകും. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വെന്ത് കോരി മാറ്റി വെച്ചിരുന്ന ചോറ് കൂടി നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർക്കണം. ഞാൻ ഇതിനകത്ത് ആഫ്രിക്കൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇനി ഈ ചോറ് ഒന്ന് പൊടിയാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് ചോറ് വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് നല്ല സാലഡിൻ്റെ കൂടെയോ പപ്പടത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.